ഇന്ന് വിശുദ്ധ സഭായുഗത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ട് എബ്രായ ലേഖനം 12-ാം അധ്യായം 1-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, ഈ വാക്യത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിനെ വാഴ്ത്തി അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് അനുഗ്രഹമായിട്ട് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന അവിടുന്ന് കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. വളരെ പ്രൗഢവും മനോഹരവുമായിട്ടുള്ള ഒരു ലേഖനമാണ് എബ്രായ ലേഖനം. അതിൽ നമുക്ക് ആർക്കും സംശയമൊന്നുമില്ല. ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ എബ്രായ ലേഖനത്തിൻ്റെ ചില വിശദാംശങ്ങൾ പരിശോധിച്ചപ്പോൾ ഒരു കമൻട്രിയിൽ കണ്ട കാര്യം ഇതാണ്. എബ്രായ ലേഖനമെന്ന് പറയുന്നത് പുതിയ നിയമ വെളിപ്പാടിൻ്റെ ഉചിതമായ ഉത്തമമായ വിശദീകരണമാണ് എബ്രായ ലേഖനമെന്നാണ് ആ ഒരു കമൻറ്റേറ്റർ പറഞ്ഞിരിക്കുന്നത്. പുതിയ നിയമ വെളിപ്പാടിൻ്റെ വളരെ ശ്രേഷ്ഠമായ ഉത്തമമായ വിശദീകരണമാണ് നമുക്ക് എബ്രായ ലേഖനത്തിൽ ലഭിക്കുന്നത്. പഴയ നിയമവും പുതിയ നിയമവും എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കനാൻ നാട്ടിലേക്ക് ഒറ്റുനോക്കാൻ പോയ കർത്താവിൻ്റെ ഭൃത്യന്മാർ കണ്ട ഒരു കാഴ്ചയുണ്ട്. 2 പേർ ചേർന്ന് വലിയ മുന്തിരിക്കൊല ചുമന്നുകൊണ്ട് പോകുന്നതായിട്ട് അവർ കാണാനിടയായി. ഒരു വടിയിൽ അത് കെട്ടിയിട്ട്, ഒരു തണ്ടിൽ അത് കെട്ടിയിട്ട് ഒരാൾ മുമ്പും മറ്റൊരാൾ പുറകുമായിട്ട് നിന്ന് അത് ചുമന്നുകൊണ്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ മുമ്പിൽ ചുമന്നുകൊണ്ട് പോകുന്നയാൾ ചുമക്കുന്നുണ്ടെങ്കിലും പുറകിലുള്ള ആ മുന്തിരിയുടെ വലിപ്പം എന്താണ്, മുന്തിരിയുടെ കളർ എന്താണ്, മുന്തിരിയുടെ അനുഭവം എന്താണെന്ന് അയാൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇതുപോലെയാണ് പഴയ നിയമ എഴുത്തുകാരെന്ന് പറയുന്നത്. അവരത് ചുമന്നെങ്കിലും യഥാർത്ഥത്തിൽ വെളിപ്പെടേണ്ടുന്നതായ പുതിയ നിയമ വെളിപ്പാട് അവർക്ക് കാണാൻ വേണ്ടി സാധിച്ചില്ല. പിന്നിൽ നിൽക്കുന്നതായ ചുമട്ടുകാരൻ അത് പുതിയ നിയമത്തിലെ ലേഖനകർത്താക്കളിൽ ഒരാളാണ് എന്നാണ് അത് വിശദീകരിക്കുന്നത്. അതായത് ഇദ്ദേഹം ചുമക്കുകയും ചെയ്യുന്നുണ്ട്, പുതിയ നിയമത്തിലെ വെളിപ്പാട് കാണുകയും ചെയ്യുന്നുണ്ട്. പുതിയ നിയമ വെളിപ്പാടിൻ്റെ ആഴമറിയാൻ വേണ്ടിയിട്ട് ഭാഗ്യം ലഭിച്ച വിശ്വാസ മക്കളാണ് ഇവിടെ ആയിരിക്കുന്നത്. നമുക്ക് എത്രമാത്രം സന്തോഷിക്കാൻ വേണ്ടിയിട്ട് അവസരമുണ്ടെന്നറിയാമോ? എബ്രായ ലേഖനം എന്ന് പറഞ്ഞാൽ വളരെ ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കേണ്ടുന്നതായ ഒരു ലേഖനമാണ്. ഇതിലെ കാതലായ അധ്യായം 7-ാമത്തെ അധ്യായമാണ്. അതിൽ മൽക്കീസേദേക്കിൻ്റെ ക്രമപ്രകാരം നമുക്ക് ലഭിച്ചിരിക്കുന്നതായ മഹാപുരോഹിതനെ അവതരിപ്പിക്കുന്ന ഭാഗമാണ് എബ്രായർ 7-ാമത്തെ അധ്യായം. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം 12-ാം അധ്യായമാണ്. 12-ാം അധ്യായത്തിൽ നമുക്ക് വളരെ പരിചയമുള്ള ഒരു വേദഭാഗമാണ്. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ക്രിസ്തീയ ജീവിതത്തിനെ ഒരു ഓട്ടക്കളത്തിന് അല്ലെങ്കിൽ ഒരു മത്സര ഓട്ടത്തിന് സമാനമായിട്ട് ഇന്ന് പകലിൽ നാം ചിന്തിക്കാൻ ആഗ്രഹിക്കാം. ഈ വേദഭാഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഈ വേദഭാഗത്തിൻ്റെ ഈ 1-ാമത്തെ വാക്യം, 12-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യവും സങ്കീർത്തനത്തിലെ 1-ാം അധ്യായത്തിലെ 1-ാമത്തെ വാക്യവുമായിട്ട് പൊരുത്തപ്പെടുത്തി ഒരു ചിന്ത നിൽക്കുന്നുണ്ട്. സങ്കീർത്തനത്തിൻ്റെ 1-ാം അധ്യായത്തിലെ 1-ാം വാക്യം എന്താ പറയുന്നത്?
ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഞാനതിനൊന്ന് ഷോർട്ടാക്കി പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. നടക്കരുത്, നിൽക്കരുത്, ഇരിക്കരുത് എന്നല്ലേ 1-ാം സങ്കീർത്തനം പറയുന്നത്? നടക്കരുത്, നിൽക്കരുത്, ഇരിക്കരുത്. പിന്നെന്ത് ചെയ്യും? ഓടണം. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നീ നടന്നു തുടങ്ങിയാൽ അല്പം കഴിയുമ്പോൾ നമുക്ക് ക്ഷീണം വരും. പാപികളുടെ വഴിയിൽ നാം നിൽക്കും. പാപികളുടെ വഴിയിൽ നാം കുറച്ച് സമയം നിന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമ്മൾ ക്ഷീണിക്കും. പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരുന്നു പോകും. അതുകൊണ്ട് ദൈവവചനം നമ്മെ പ്രാരംഭത്തിലേ പഠിപ്പിക്കുകയാണ്, ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ നടന്നിങ്ങനെ പോകാനുള്ളതല്ല, നിന്ന് പോകാനല്ല, ഇരുന്നില്ലാതായി തീരാനുള്ളതല്ല, നാം ഓടേണ്ടുന്നത് ആവശ്യമാണ്. ഇതുവരെ ഓടിയിട്ടില്ല എങ്കിൽ, ഇതുവരെ ഇതിനെ ഗൗരവമുള്ള ഓട്ടമായിട്ട് പരിഗണിച്ചില്ല എങ്കിൽ, ഈ വിശുദ്ധ സഭായുഗം കഴിയുമ്പോഴേക്കും നമ്മുടെ ജീവിതത്തിൽ ഒരു ഓട്ടം ആരംഭിക്കുവാൻ ദൈവം ആഗ്രഹിക്കുക. നമ്മളൊക്കെ ഓടാറുണ്ടല്ലേ? നമ്മളൊക്കെ ഓടുന്നത് എങ്ങനെയാണെന്നറിയാമോ? 127-ാം സങ്കീർത്തനം പോലെയാണ്. 127-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥ ജാഗരിക്കുന്നു. നമ്മൾ ഓടുന്നത് ഇങ്ങനെ: നിങ്ങൾ അധികാലത്തെ എഴുന്നേൽക്കുന്നതും നന്നാ താമസിച്ച് കിടപ്പാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമെന്നാണ് പറയുന്നത്. രാവിലെ എഴുന്നേറ്റ് പോയെങ്കിൽ മാത്രമേ ഇന്ന കാര്യങ്ങൾ നടത്താൻ പറ്റുള്ളൂ. ഈ കടയൊക്കെ ഉള്ളവരുടെ കാര്യത്തിലാണെങ്കിൽ വെളുപ്പിന് എഴുന്നേൽക്കണം. നമ്മുടെ ഇടയിലെ പ്രിയപ്പെട്ടവർ ചിക്കൻ കട നടത്തുന്നവരുണ്ട്. ചിക്കൻ വരുന്ന രാവിലെ എത്ര മണിക്കാണ്? 4 മണിക്ക് 3 മണിക്കൊക്കെയാണ് വരുന്നത്. കട അടയ്ക്കണമെങ്കിൽ എത്ര സമയമാകും? രാത്രിയിൽ 9:30-10 മണിയാകും. ഈ അടുത്ത കാലത്ത് ഒരു പ്രിയപ്പെട്ടവൻ പറയുന്നത് കേട്ടു, രാവിലെ 9 മണി മുതൽ വൈകിട്ട് 9 മണി വരെ വർക്കിംഗ് ടൈം ആക്കണമെന്നിങ്ങനെ പറഞ്ഞു വരിക. നമ്മൾ ഓടുന്നത് എന്തിനാണെന്നറിയാമോ? നമ്മുടെ ഉപജീവനത്തിനാണ് ഓടുന്നത്. കുടുംബത്തിൻ്റെ ഭൗതിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നാമൊക്കെ ഓടാറുള്ളത്. ആ ഓട്ടത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നത് എങ്ങനെയാണ്? നിങ്ങൾ അതിരാവിലെ എഴുന്നേൽക്കുന്നതും നന്നായി താമസിച്ച് കിടപ്പാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമത്രേ. തൻ്റെ പ്രിയനത് ഉറക്കത്തിലെന്ന പോലെ, ഉറക്കം കൊടുക്കുന്നത് പോലെ, ഉറക്കത്തിലെന്ന പോലെ നല്ല വിശ്രമവും നല്ല അധ്വാനവും കൊടുത്തുകൊണ്ട് അനുഗ്രഹത്തിൻ്റെ വർധനവിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം മതിയായവനാണ് എന്ന് സങ്കീർത്തനക്കാരൻ നമ്മെ പഠിപ്പിക്കുക. 128-ാം സങ്കീർത്തനത്തിൽ പറയുന്ന അതാണ്. യഹോവയെ ഭയപ്പെട്ട് എന്നിട്ട് പറയുന്ന ആദ്യത്തെ അനുഗ്രഹം എന്താണ്? നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നുമെന്ന. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. നീ രാവിലെ അധ്വാനിച്ച് അർദ്ധരാത്രി വരെ അധ്വാനിച്ചിട്ടും നിന്റെ കൈകളുടെ അധ്വാന ഫലം തിന്നാൻ വേണ്ടി, അല്ലെങ്കിൽ അത് പ്രാപിക്കാൻ വേണ്ടിയിട്ട് സാധിക്കാതെ അത് പല വഴിയായിട്ട് ഇങ്ങനെ പോകുന്ന അനുഭവം ഉണ്ടെങ്കിൽ 128-ാം സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങണം കേട്ടോ. 128-ാം സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? ഇന്ന് മുതൽ അങ്ങനെ ഒന്ന് വായിക്കണം. എന്താ അതിൽ പറയുന്നത്? യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്നവൻ ഭാഗ്യവാൻ, നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. പ്രൈസ് ദി ലോർഡ്.
സാലറിയൊക്കെ വരുന്നത് കാണാം, അക്കൗണ്ടിൽ ഇങ്ങനെ പൈസ വരും. പ്രൈസിലോ 2 ദിവസം കഴിയുമ്പോൾ ഷൂ എന്ന് പറഞ്ഞുകൊണ്ട് അത് പലയിടത്തും പോകും. സ്തോത്രം. വണ്ടിയുടെ EMI, ഹൗസിൻ്റെ EMI, പിന്നെ കൈവായ്പ എടുത്തവർക്ക് കൊടുക്കുന്ന 10% പലിശ. 110 രൂപയാണ് ഇപ്പോഴും പലിശ. പ്രൈസിലോ ഇതെല്ലാം അങ്ങ് പോയി കടക്കാരൻ്റെ കുടിശ്ശികയും കൊടുത്ത് കടയിൽ നിന്ന് സാധനം കൂടെ എടുത്തു കഴിയുമ്പോൾ പിന്നെ അടുത്ത 1-ാം തീയതി വരെ അല്ലെങ്കിൽ 2-ാം തീയതി വരെ കാത്തിരിക്കണം. അതിനിടയ്ക്ക് ആർക്കെങ്കിലും തലവേദനയോ ജലദോഷമോ പനിയോ ഷുഗറിൻ്റെ വ്യത്യാസമോ പ്രഷർ ചേഞ്ചോ വരികയാണെങ്കിൽ അത് വേറെ ചിലവ്. പക്ഷേ ഇന്ന് പകലിൽ 128 സങ്കീർത്തനത്തിൻ്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിലേക്ക് തരുവാൻ കർത്താവ് ആഗ്രഹിക്കുക. നിങ്ങൾക്ക് ആ അഭിഷേകം വേണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് ശാന്തമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. നോക്കുക, 128 സങ്കീർത്തനത്തിൽ പറയുന്നു, എന്താ പറയുന്നത്? നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ ഭക്ഷിക്കും, നീ തിന്നും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഈ നെഞ്ചുവേദനയുടെ പ്രയാസം വരുമ്പോഴത്തേക്കും ഈ 50, 55, 56 വയസ്സ് 57 വയസ്സാകുമ്പോഴാണല്ലോ ഇത് സാധാരണ സംഭവിക്കാറുള്ളത്. അപ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഈ നെഞ്ചിന് പ്രയാസം വന്നിട്ട് എന്തെങ്കിലും മാരക രോഗത്തിന് അടിമപ്പെട്ട് മരിച്ചു പോകുമോ എന്ന് ഞാൻ ചിന്തിച്ച ഒരു സന്ദർഭമുണ്ട്. ഞാൻ അത്ര വേഗം മരിച്ചു പോകത്തില്ല എന്നെനിക്ക് ബോധ്യം വന്ന സങ്കീർത്തന ഭാഗമാണ് 128 സങ്കീർത്തനം. ഞാനെന്നല്ല, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അത് അവകാശമാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. ആ വാക്യം തുടർന്നൊന്ന് വായിച്ചാട്ടെ. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെ നീ യെരുശലേമിന്റെ നന്മയെ കാണും. നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും. അപ്പൊ ഇപ്പൊ പോയാൽ ശരിയാകുമോ ഈ വാക്യം? നിങ്ങൾക്ക് എന്താ ഒരു സന്തോഷമില്ലാത്തത്? എല്ലാവരും വാടിയ മുഖത്തോടെ ഇരിക്കുന്നു. സന്തോഷിച്ച് കരങ്ങളെ കൊടുത്തൊരു സ്തോത്രം പറഞ്ഞാട്ടെ. നിന്റെ മക്കളുടെ മക്കളെ നീ കാണുമെന്ന് പറയാൻ വേണ്ടി എത്ര പേർക്ക് സാധിക്കും? നിന്റെ മക്കളുടെ മക്കളെ നീ കാണുമെന്ന് എത്ര പേർക്ക് പറയാൻ സാധിക്കും? ഹല്ലേലൂയ. അപ്പൊ ഇപ്പൊ തൽക്കാലം അങ്ങോട്ട് പോകുന്നില്ല. മക്കളുടെ മക്കളെയൊക്കെ കണ്ട് അതിലുപരിയായിട്ട് ശുശ്രൂഷ ഒക്കെ പൂർത്തീകരിച്ച് കടന്നു പോകാൻ കർത്താവ് അവസരം ഒരുക്കട്ടെ. അപ്പോൾ നമ്മുടെ ഓട്ടത്തിനൊരു മാറ്റം വരുത്തണം. ദൈവം ആഗ്രഹിക്കുന്നു നമ്മുടെ ഓട്ടം, നമ്മുടെ ശീലങ്ങൾക്കൊരു മാറ്റം വരുത്തണം. 127 സങ്കീർത്തനത്തിലെ ഓട്ടം മാറ്റിയിട്ട് 128 അനുഭവത്തിലേക്ക് വരണം. ഒറ്റ ചുവട് മുമ്പോട്ട് വെച്ചാൽ മതി കേട്ടോ. ഇപ്പോഴേ സമർപ്പിക്കുന്നവർക്കായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്നു മുതൽ വൈകിട്ടത്തെ സന്ധ്യാപ്രാർത്ഥനയിൽ ഈ സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ചിലർ തീരുമാനമെടുക്കുന്നതിനാൽ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ജോലിക്ക് വേണ്ടി പോകുമ്പോൾ ഒന്ന് വായിച്ചേച്ച് പോകാം. നിൻ്റെ കൈകളുടെ അധ്വാന ഫലം നീ. അപ്പോൾ പോകുന്ന വഴിക്ക് വണ്ടി മറിഞ്ഞ് തറയിൽ വീഴത്തില്ല. സ്തോത്രം. ഇടയ്ക്കിടയ്ക്ക് വീഴുന്ന വണ്ടി ശരിയായ മണ്ഡലത്തിൽ ഓടിക്കുവാൻ വേണ്ടിയിട്ട് കർത്താവ് ഇന്ന് മുതൽ കൃപ നമ്മളെ ഏൽപ്പിക്കുകയാണ്. സ്തോത്രം. അപ്പോൾ ഓട്ടം നമ്മളൊന്ന് മാറ്റാൻ പോവാം. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഓട്ടം ഞാൻ മാറ്റും, കർത്താവിൻ്റെ ദാസനെ ഞാൻ ഓട്ടം മാറ്റാൻ തീരുമാനിച്ചു എന്ന് പറയുന്ന എത്ര പേരുണ്ട്? എൻ്റെ കർത്താവെ, ഞാൻ ഓട്ടത്തിനൊരു തിരുത്തൽ വരുത്തുവാൻ വേണ്ടിയിട്ട് ഞാൻ തയ്യാറാണ് എന്ന് പറയുന്ന എത്ര പേരുണ്ട്? 12-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ പറയുന്നു, ഓട്ടം നീ മാറ്റുമ്പോൾ എങ്ങനെ മാറ്റണം? ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമ്മുടെ ചുറ്റും നിൽക്കുന്നത് കൊണ്ട്. അപ്പോൾ ഓട്ടം മാറ്റണം. എങ്ങനെ മാറ്റണം?
സാക്ഷികളുടെ വലിയ സമൂഹത്തെ നോക്കി പഠിച്ച് അതിനനുസരിച്ച് മാറ്റണം. എങ്ങനെ മാറ്റാനാ പരിശുദ്ധാത്മാവ് നമ്മളോട് ആവശ്യപ്പെടുന്നത്? സാക്ഷികളുടെ വലിയ സമൂഹം നിൽക്കുന്നു, അവരോടിയത് എങ്ങനെയാണ് എന്ന് നോക്കി അവരുടെ ഓട്ടത്തിൽ നിന്ന് ചില കാര്യങ്ങൾ മനസ്സിലാക്കി അതുപോലെ നാം ഒന്ന് ഓടാൻ തുടങ്ങണം. ആർക്കെങ്കിലും മനസ്സിലാകാതുണ്ടോ? മനസ്സിലായ എത്ര പേരുണ്ട്? സ്തോത്രം. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ 16 ദൈവദാസന്മാരെ അല്ലെങ്കിൽ 2 ദൈവദാസിമാരുൾപ്പെടെ 16 ഭക്തന്മാരുടെ പേരവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ 2 പേരുടെ പേര്, ഒന്ന് കയീൻ്റെ പേരും മറ്റൊന്ന് ഏശാവിൻ്റെ പേരുമാണ്. കയീനിൽ നിന്നൊന്നും പഠിക്കാൻ നമുക്ക് ഇല്ല. എങ്ങനെ സഹോദരനെ പ്രൈസലോട് സ്നേഹിക്കാതിരിക്കരുത് എന്ന് കയീൻ്റെ എന്ന് നമുക്ക് പഠിക്കാം. ഏശാവിൻ്റെ എന്താ പഠിക്കേണ്ടത്? നമുക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ദൈവകൃപയൊന്നും അലക്ഷ്യമാക്കി കളയരുത് എന്നുള്ള വിലയേറിയ പാഠം നമുക്ക് ആരിൽ നിന്ന് പഠിക്കാൻ സാധിക്കും? ഏശാവിൽ നിന്ന് പാഠം. എന്ത് ചെയ്യരുത് എന്നുള്ള കാര്യം ആരിൽ നിന്ന് പഠിക്കാം? കയീൻ്റേതിൽ നിന്ന് പഠിക്കാം. പ്രൈസ് ദി ലോർഡ്. നമ്മളെന്താ പഠിക്കേണ്ടത്? കയീൻ്റെ എന്ന് പഠിക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, ഹാബേലിനോട് വിരോധമായിട്ട്, ഹാബേലിനോട് അസൂയ പൂണ്ട് ഹാബേലിനെ രഹസ്യമായിട്ട് വയലിൽ വെച്ച് അടിച്ചു കൊന്നതുപോലെ നാം ചെയ്യരുത്. കയീൻ ചെയ്തുകൊണ്ട് എനിക്കും ചെയ്യാമെന്നല്ല നമ്മൾ പഠിക്കേണ്ടത്. ഏശാവിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് എന്താ? ജ്യേഷ്ഠാവകാശത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാതെ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശത്തെ അലക്ഷ്യമാക്കി കളഞ്ഞു. അവൻ പിന്നത്തേതിൽ അനുഗ്രഹം പ്രാപിക്കുവാൻ വേണ്ടിയിട്ട് കണ്ണുനീരോടുകൂടി അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ട് മാനസാന്തരത്തിന് ഇടകണ്ടില്ല എന്ന് പറയുന്നു. എങ്ങനെ ചെയ്യരുത് എന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആരുടെ അടുത്തേക്ക് പോകണം? കയീൻ്റെ എക്സാമ്പിൾ എടുക്കണം. എങ്ങനെ ചെയ്യരുത് എന്ന് പഠിക്കുവാൻ വേണ്ടിയിട്ട് ആരുടെ എക്സാമ്പിൾ എടുക്കണം? ഏശാവിൻ്റെ എക്സാമ്പിൾ നമ്മൾ എടുക്കണം. നിങ്ങളെൻ്റെ കൂട്ടത്തിൽ വരുന്നുണ്ടല്ലോ അല്ലേ? എത്ര പേരിൻ്റെ കൂട്ടത്തിൽ വരുന്നുണ്ട്? എത്ര പേരിൻ്റെ കൂട്ടത്തിൽ വരുന്നുണ്ട്? നോക്കി, ഈ 16 പേരുടെ പേര് ഞാൻ പെട്ടെന്നൊന്ന് വായിക്കാം. നിങ്ങളുടെ ബൈബിളിൽ നോക്കുക. എബ്രായർ 11-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഹാബേൽ, 5-ാം വാക്യത്തിൽ ഹാനോക്ക്, 7-ാം വാക്യത്തിൽ നോഹ, 8-ാം വാക്യത്തിൽ അബ്രഹാം, 11-ാം വാക്യത്തിൽ ഒരു സഹോദരിയുടെ പേരാണ് സാറ, 20-ാം വാക്യത്തിൽ ഇസഹാക്ക്, 21-ാം വാക്യത്തിൽ യാക്കോബ്, 22-ാം വാക്യത്തിൽ യോസേഫ്, 23-ാം വാക്യത്തിൽ മോശെ, 31-ാം വാക്യത്തിൽ നമ്മുടെ മുമ്പിൽ ഒരു വെല്ലുവിളിയായിട്ട് റാഹാബ് എന്ന വേശ്യ എന്ന് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. 32-ാം വാക്യത്തിൽ ഗിദ്യോൻ, ബാരാക്ക്, ശിംശോൻ, ഇബ്താഹ്, ദാവീദ്, ശമൂവേൽ. എണ്ണി നോക്കിയാൽ എത്ര വരും? എണ്ണി നോക്കിയാൽ എത്ര പേര് വരുമെന്നാണ് പറഞ്ഞത്? 16 പേര്. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണെന്നറിയാമോ? സാക്ഷികളുടെ ഇത്ര വലിയൊരു ക്ലൗഡ് ഓഫ് വിറ്റ്നസസ് എന്നാണ് പറയുന്നത്. ക്ലൗഡ് ഓഫ് വിറ്റ്നസസ്. കമ്പ്യൂട്ടർ പഠിക്കുന്നവർക്കറിയാം, ക്ലൗഡ് സ്റ്റോറേജ്. അപ്പോൾ 16 പേരെ കുറിച്ചല്ല എബ്രായ ലേഖനകർത്താവ് പറയുന്നത്. ഈ 16ഉം ബാക്കി നിന്റെ ചുറ്റുവട്ടത്ത് കാണുന്നതായിട്ടുള്ള വിശുദ്ധന്മാരുടെ വലിയൊരു സമൂഹം. തോറ്റുപോകാതെ, പരാജയപ്പെട്ടു പോകാതെ, വിശ്വാസത്തിന്റെ അംശത്തെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് അന്ത്യം വരെയും ഓടിയ ഭക്തന്മാരുടെ നീണ്ട നിര, വലിയൊരു സമൂഹം നമുക്ക് ചുറ്റിലും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും, മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുക. വിശ്വാസവീരന്മാരുടെ വലിയൊരു സമൂഹം നമ്മുടെ ജീവിതത്തിൽ സ്വാധീനിച്ച എത്രയധികം വിശുദ്ധന്മാരുണ്ടല്ലേ? കണ്ടും കേട്ടും പരിചയിച്ചും പഠിക്കാൻ വേണ്ടി എന്നെ കൃപയിലേക്ക് നടത്തിയ കർത്താവിൻ്റെ ദാസൻ്റെ പേര് പാസ്റ്റർ ഇ പി ദാനിയൽ എന്ന അദ്ദേഹത്തിൻ്റെ ദാസനാണ്.
ശുശ്രൂഷയുടെ ആദ്യകാലങ്ങളിൽ എന്ന് പറഞ്ഞാൽ 24-ാമത്തെ വയസ്സിലാണ് ഞാൻ ശുശ്രൂഷയിലേക്ക് വരുന്നത്. 24-ാം വയസ്സിൽ സ്നാനപ്പെടാൻ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? പ്രൈസ് ദി ലോർഡ്. 24-ാം വയസ്സിലാണ് കർത്താവ് എന്നെ വിളിച്ച് വേർതിരിച്ചത്. ആ സമയങ്ങളിൽ ഇദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഇദ്ദേഹത്തോട് അടുത്തിരുന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് കർത്താവ് അവസരം നൽകിയിട്ടുണ്ട് കേട്ടോ. സ്തോത്രം. ഇദ്ദേഹം പ്രാർത്ഥിക്കുന്ന രഹസ്യമായിട്ടിങ്ങനെ ഉച്ചരിക്കുന്നത് ഞാൻ അടുത്തു നിന്നിങ്ങനെ കേട്ടിട്ടുണ്ട്. എങ്ങനെയാണെന്നറിയാമോ? അദ്ദേഹം ദീർഘവർഷങ്ങളായിട്ട് ശുശ്രൂഷയിലുള്ളത് ഒരു 72 വയസ്സെങ്കിലും ഒന്നുണ്ടാകും. അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് എന്താണെന്നറിയാമോ? കർത്താവേ, ഈ ജനത്തെ പരിപാലിക്കാൻ എനിക്ക് താഴ്മ നൽകണമേ. ഈ ജനത്തെ പരിപാലിക്കാൻ, മുളവന ദൈവസഭയിലെ ദൈവജനത്തെ പരിപാലിക്കാനുള്ള താഴ്മ എനിക്ക് നൽകണമേ എന്ന് ഇദ്ദേഹം പ്രാർത്ഥിക്കുന്നത് ഞാൻ അടുത്തിരുന്ന് കേൾക്കാൻ കർത്താവ് അവസരമൊരുക്കി. ഹല്ലേലൂയ. ചർച്ചിൽ വലിയ കലാപം ഉണ്ടാക്കിയ 2 പേര്, ഞാൻ അവരുടെ പേര് പറയേണ്ടി വരും. അത് സാങ്കല്പികമായിട്ടുള്ളൊരു പേരല്ല. 2 പേര്, ഒന്ന് ശമൂവേൽ, ഒന്ന് ഉണ്ണി. എന്തുകൊണ്ടാണ് പേര് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ മുറിയുടെ ആ ചുവരിൽ എസ് എന്നും യു എന്നും എഴുതിയിട്ടുണ്ടായിരുന്നു കുറേ നാൾ. ചെറുമക്കളൊക്കെ വന്ന് ചോദിക്കും, എന്താ പപ്പ ഈ എസും യുവും? അത് ഞാൻ പറയാം. ചില മാസങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. കാരണം സഭയ്ക്കകത്ത് വല്ലാത്ത കോളിളക്കമുണ്ടാക്കി ഡിവിഷൻസ് സെറ്റ് ചെയ്ത് വലിയ പ്രയാസങ്ങൾ സൃഷ്ടിച്ചതിന് ശേഷം ദീർഘനാളുകളായിട്ട് ചർച്ചിലേക്ക് വരാത്തതായിട്ടുള്ള 2 സഹോദരങ്ങളാണ് എസും യുവും. ചില നാളുകൾക്ക് ശേഷം അവർ കടന്നു വന്ന് സാക്ഷിച്ചപ്പോഴത്തേക്ക് ഇദ്ദേഹം എഴുന്നേറ്റ് പറഞ്ഞു, എൻ്റെ ചെറുമക്കൾ എന്നോട് ചോദിച്ചു, എസ് എന്താണ്, യു എന്താണ്? എസ് എന്ന് പറഞ്ഞാൽ ശമൂവേൽ, യു എന്ന് പറഞ്ഞാൽ ഉണ്ണി. ആ സാക്ഷ്യഭാഗം നിങ്ങൾ കേട്ടതെന്ന്. ഒരാമേൻ പറയാൻ നമുക്ക് എത്ര പേർക്ക് സാധിക്കും? പ്രാർത്ഥന മുഖാന്തരം ഒരു ഫോഴ്സ് ചെലുത്തുവാൻ കഴിവുള്ള ദൈവദാസനായിരുന്നു. പ്രാർത്ഥനയിൽ ഒരു ഫോഴ്സ് ഉണ്ട് കേട്ടോ. പ്രാർത്ഥനയിൽ എന്തുകൊണ്ട്? പ്രാർത്ഥനയിൽ ഒരു ഫോഴ്സ് ഉണ്ട്. സ്വർഗത്തിലിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ വിളിച്ച് താഴേക്ക് ഇറക്കുവാനുള്ള ഫോഴ്സ് പ്രാർത്ഥനയ്ക്കുണ്ട്. എത്ര പേരത് മനസ്സിലാക്കുന്നു? നടക്കാത്ത കാര്യങ്ങളുടെ മേലുള്ള പുതപ്പെടുത്ത് മാറ്റിയിട്ട് ആ വിഷയത്തെ റിലീസ് ചെയ്യാനുള്ള പവർ, ഫോഴ്സ് പ്രാർത്ഥനയ്ക്കുണ്ട്. ദീർഘവർഷങ്ങളായിട്ട് ആഗ്രഹിച്ചിട്ടും നടക്കാതെ പോയ ഭവനത്തിൻ്റെ അനുഭവങ്ങളെ ബന്ധനമടിച്ച് പുറത്തെടുക്കുവാനുള്ള ഫോഴ്സ് നിന്റെ പ്രാർത്ഥനയ്ക്കുണ്ടെന്ന്. അനീതിയുള്ള വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ വളരെ ഞെരുക്കം അനുഭവിക്കുമ്പോൾ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്നുവെങ്കിൽ അനീതിയുടെ കെട്ടുകളെ അഴിച്ച്, ദുഷ്ടന്റെ ചെങ്കോൽ നീതിമാന്മാരുടെ അവകാശത്തിന്മേൽ ഇരിക്കാതെ വണ്ണം ആ ചെങ്കോലിനെ, ദുഷ്ടന്റെ ചെങ്കോലിനെ നീക്കം ചെയ്യുവാനുള്ള പവർ ഓഫ് പ്രയർ, ആ പ്രയറിന്റെ ഫോഴ്സ് ഹല്ലേലൂയ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന ദൈവജനം ഇന്ന് പ്രത്യേകമായിട്ടുള്ളൊരു അഭിഷേകത്തിലേക്ക് കടന്നു വരുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച് ദൈവമുമ്പാകെ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ നിന്റെ പ്രാർത്ഥന അനുഭവങ്ങൾ ഇന്ന് മാറുവാൻ തക്കവണ്ണം ഇടയായിത്തീരുമെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുക. നിന്റെ ഓട്ടത്തിന്റെ അനുഭവങ്ങൾ മാറുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചനയായിട്ട് അറിയിക്കുക. സാക്ഷികളുടെ ഇത്ര വലിയ ഒരു സമൂഹം, ക്ലൗഡ് ഓഫ് വിറ്റ്നസ് നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടണം. ആമേൻ. സ്തോത്രം. ഇവർ ഈ 16 പേര് മാത്രമല്ല, 16 പേര് എങ്ങനെ ഓടിയെന്ന് നോക്കണോ വേണ്ടേ? എത്ര പേർക്ക് താല്പര്യമുണ്ട് അവർ ഓടിയത് എങ്ങനെയാണെന്ന് അറിയണമെന്ന്? അറിയണ്ടേ? പ്രൈസ് ദി ലോർഡ്. നോക്കൂ, ഇവരുടെ കൂട്ടത്തിൽ ഓടിയവരെ ഒന്ന് നോക്കിയാൽ മതി. നോഹയുടെ മെയിൻ ബിസിനസ് എന്തായിരുന്നു എന്ന് നമുക്കറിയത്തില്ല. പക്ഷേ
അദ്ദേഹത്തിൻ്റെ 120 സംവത്സരവും ഇദ്ദേഹം ചിലവഴിച്ചത് ഒരു പെട്ടകം ഉണ്ടാക്കാനാണ്. അന്ന് കാലത്ത് ജീവിച്ചിരുന്ന ആരും ഇതിന് മെനക്കെടാത്തപ്പോൾ നോഹ മാത്രം പെട്ടകവുമായിട്ടിരിക്കുക. ഇയാൾക്ക് എന്തിൻ്റെ കേടാണെന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കിയവരായിരിക്കും ഭൂരിഭാഗവും. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അവിടെ എഴുതി വച്ചിരിക്കുന്ന വാക്യം വളരെ അനുഗ്രഹപ്രദമാണ്. എബ്രായ ലേഖനം 11-ാം അധ്യായം 7-ാം വാക്യം, വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട്, അണ്ടർലൈൻ ദാറ്റ് വേർഡ്, തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ടൊരു പെട്ടകം തീർത്തു. നോഹ പണിത പെട്ടകം ലോകർക്കാർക്കും പ്രയോജനപ്പെടുത്താൻ പറ്റിയില്ല. പക്ഷെ നോഹ ഒന്ന് ഗ്യാരണ്ടി ചെയ്തു, എൻ്റെ ഭാര്യയും 3 ആൺമക്കളും 3 ആൺമക്കളുടെ ഭാര്യമാരും ഈ വെള്ളപ്പൊക്കത്തിൽ നശിച്ചു പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. നോഹയുടെ ഒരു പുത്രനാണ് മൽക്കീസേദെക്ക് എന്ന് പഠിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ വായിച്ച് ഞാൻ പോയിട്ടുണ്ട്. മൽക്കീസേദെക്ക് നോഹയുടെ ഒരു പുത്രന്മാരിൽ ഒരാളാണ് എന്ന് പഠിതാക്കൾ അങ്ങനെ പഠിച്ച് പറയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പം നോഹ നന്നാരാവിലെ എഴുന്നേറ്റ് അധ്വാനിച്ചതും രാത്രി വരെ അധ്വാനിച്ചതും കുടുംബത്തിന് വേണ്ടിയിട്ട്, രക്ഷയ്ക്കായിട്ടൊരു പെട്ടകം തീർക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഓട്ടം എങ്ങനെയാ മാറേണ്ടതെന്ന് മനസ്സിലായല്ലോ. സ്തോത്രം. ശമ്പളം കിട്ടുമ്പം നേരെ ലുലു മാളിലേക്ക് പോയി, അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ ഷോപ്പിംഗ് കോംപ്ലക്സിലേക്ക് പോയി കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വാങ്ങിച്ചു കൊടുത്ത് നിറച്ചു കഴിഞ്ഞാൽ എൻ്റെ ഉത്തരവാദിത്വം തീർന്നു എന്ന് വിചാരിക്കുന്ന മണ്ഡലത്തെ മാറ്റിയിട്ട് കുടുംബം രക്ഷ അനുഭവത്തിൽ നിൽക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടുന്ന ഒരു നോഹയുടെ ഓട്ടം നമുക്ക് ഇന്ന് പകലെങ്കിൽ നമുക്കൊന്ന് സ്വീകരിക്കേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. അടുത്തയാൾ അബ്രഹാമാണ്. അബ്രഹാം വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത്, ഒരു അന്യദേശം എന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചത് അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. അബ്രഹാമിൻ്റെ കൂട്ടത്തിൽ ഒരു മിടുക്കൻ ഉണ്ടായിരുന്നു കേട്ടോ. അബ്രഹാമിൻ്റെ കൂട്ടത്തിൽ വന്ന മിടുക്കൻ്റെ പേരെന്ന് പറയാമോ? ലോത്ത്. ലോത്ത് ഒരു സമയമായപ്പോഴേ അബ്രഹാമിനെ വിട്ട് പിരിഞ്ഞ് പതിയെ പതിയെ കൂടാരം അച്ചായൻ നീക്കി അടിച്ചടിച്ച് എവിടെ ചെന്നു? സോദോം ഗോമോറ. അത് യഹോവയുടെ തോട്ടം പോലെ ഉണ്ടെങ്കിലും അതിനകത്ത് പാർക്കുന്നവർ വളരെ ദുഷ്ടന്മാരായിരുന്നു. ഇവനങ്ങോട്ട് പോയപ്പോഴേക്കും അടുത്തത് അബ്രഹാം കൂടാരം നീക്കിയടിക്കാൻ തുടങ്ങി. അബ്രഹാം കൂടാരം നീക്കിയടിച്ച് എവിടെ ചെന്നു? മമ്രയുടെ തോപ്പിൽ പാർത്തു. മമ്രയുടെ തോപ്പിൽ വെച്ച് യഹോവയുടെ പ്രത്യക്ഷത അവനുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ലോത്ത് വീട് പണിതില്ലേ? ലോത്ത് സോദോമിൽ വീട് പണിതില്ലേ? പണിതു. ആൾക്കാരൊക്കെ വന്ന് അതിനെ വാതിലൊക്കെ ചവിട്ടിപ്പൊളിക്കാൻ നോക്കിയപ്പോഴത്തേക്കും ആ സ്തോത്രം ദൂതൻ ഇടപെട്ട് അവർക്ക് അന്ധത പിടിച്ചോണ്ടാണ് ആ വീട് ഇങ്ങനെ പൊളിയാതെ രക്ഷപ്പെട്ടത് കേട്ടോ. ആ സമയത്ത് അബ്രഹാം, ബുദ്ധിയില്ലാത്ത അബ്രഹാം എന്ത് ചെയ്തു? കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരം ചൂണ്ടിക്കാണിച്ച് മക്കളെ ദർശനത്തിലേക്ക് നടത്തുക. അബ്രഹാമിന് വീടില്ലായിരുന്നു, പക്ഷെ മക്കൾക്ക് എന്തോ ഉണ്ടായിരുന്നു? സ്വർഗീയ ഭവനത്തെക്കുറിച്ച് ദർശനം കൊടുത്ത് വളർത്തി. ഓട്ടം മാറ്റാൻ എത്ര പേര് തയ്യാറാകുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ വല്ലാത്ത വിഷമത്തിലിരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. നോക്കിയ എബ്രായ ലേഖനം 11-ാം അധ്യായം. ഇസഹാക്ക് യാക്കോബിനെയും ഏശാവിനെയും ഭാവികാലം സംബന്ധിച്ച് അനുഗ്രഹിച്ചു. യോസേഫ്, മോശയെക്കുറിച്ച് പറയുന്നു. 24-ാം വാക്യം, വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ
പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് ഇതിലെ ഏറ്റവും മണ്ടനായിട്ട് ലോകർ പറയാൻ സാധ്യതയുള്ള ആൾ ആരാണെന്നറിയാമോ? മോശയാ. കാരണം അടുത്ത മിസ്രൈമിലെ രാജാവാണ്. അവിടെ പറയുന്നത് എന്താണ്? വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനം എന്നെണ്ണുകയും ചെയ്തു. അപ്പൊ ഇവരോടിയത് എന്തിനാണെന്നറിയാമോ? ഇവരാത്മീയമായിട്ട് അഭിവൃദ്ധി പ്രാപിക്കാൻ വേണ്ടിയിട്ട് ഓടി. ഇനി ഞാനൊരു നല്ലൊരു സഹോദരിയെ ഞാൻ പരിചയപ്പെടുത്തി തരാം. 31-ാമത്തെ വാക്യത്തിൽ റാഹാബ് എന്ന് പറയുന്ന സഹോദരി അവിടെ, പ്രൈസ് ദി ലോർഡ്. നമുക്ക് റാഹാബ് എന്ന് പറയുന്ന സഹോദരിയെ യോശുവയുടെ പുസ്തകത്തിലേക്ക് ചെല്ലുമ്പോൾ നമുക്കവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇവര് യെരിഹോ കോട്ട പിടിച്ചടക്കിയപ്പോൾ യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 6:22. എന്നാൽ രാജ്യത്തെ ഉറ്റുനോക്കിയ 2 പുരുഷന്മാരോട് യോശുവ വേശ്യയുടെ വീട്ടിൽ ചെന്ന് അവിടെ നിന്ന് ആ സ്ത്രീയെയും അവൾക്കുള്ള സകലത്തെയും നിങ്ങൾ അവളോട് സത്യം ചെയ്തതുപോലെ പുറത്തു കൊണ്ടുവരുവിനെന്ന് പറഞ്ഞു. അങ്ങനെ ഒറ്റുകാരായിരുന്ന യൗവനക്കാർ ചെന്ന് രാഹാബിനെയും അവളുടെ അപ്പനെയും അമ്മയെയും സഹോദരന്മാരെയും അവൾക്കുള്ള സകലത്തെയും പുറത്തു കൊണ്ടുവന്നു. അവളുടെ എല്ലാ ചാർച്ചക്കാരെയും പുറത്തു കൊണ്ടുവന്ന് ഇസ്രായേൽ പാളയത്തിന് പുറത്ത് പാർപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഓട്ടത്തിനൊരു വ്യത്യാസം വരുത്തണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേര് ഇതിനകത്തുണ്ട്? നോഹ തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ടൊരു പെട്ടകം പണിത് നമ്മുടെ മുൻപിൽ ഒരു മാതൃക തീർത്തിരിക്കുകയാണ്. അബ്രഹാം ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായിട്ട് കാത്തിരുന്ന് മക്കൾക്കൊരു ദർശനം കൊടുത്ത് വളർത്തുക. മോശ ഫറവോൻ്റെ പുത്രിയുടെ മകനെന്നുള്ള ആ വിളിപ്പേര് നിരസിക്കുകയും മിസ്രൈമ നിക്ഷേപങ്ങളെ ഉപേക്ഷിച്ച് ക്രിസ്തുവിനോടുള്ള നിന്ദ സഹിക്കുവാൻ തക്കവണ്ണം കൊട്ടാരം വിട്ട് മിസ്രൈം വിട്ട് ഇറങ്ങിപ്പോകുവാൻ ഇടയായി തീർന്നു. രാഹാബ് ഒരു ചുവപ്പ് ചരടുകൊണ്ട് തൻ്റെ മാതാപിതാക്കളെ മാത്രമല്ല തൻ്റെ കുടുംബത്തിലെ എല്ലാ ചാർച്ചക്കാരെയും രക്ഷിച്ചെടുക്കുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ ഒരു ഓട്ടം തികച്ചെങ്കിൽ ഹല്ലേലൂയ, നമ്മുടെ മുൻപാകെ ഒരു വെല്ലുവിളിയുടെ അനുഭവം, നമ്മുടെ മുൻപാകെ ഒരു മാതൃകയുടെ അനുഭവം കർത്താവ് ചൂണ്ടിക്കാണിച്ച് തരികയാണ്. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റിലും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടണം. അപ്പൊ ചെലവിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിനൊക്കെ ഉത്തരവാദിത്തമുള്ളതുപോലെ കുടുംബത്തെ, ബന്ധുക്കളെ ആത്മീകമായിട്ട് പണിയുവാൻ കർത്താവ് നമ്മുടെ കയ്യിൽ അധികാരം നൽകിയിരിക്കുക. പ്രൈസ് ദി ലോർഡ്. എത്ര പേര് ചേഞ്ച് ആവുന്നുണ്ട്? കുടുംബത്തിലെ പുരോഹിതനാരാ? കുടുംബത്തിലെ പുരോഹിതനാരാ? കുടുംബ നാഥൻ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഓരോരുത്തരോടും ഇവിടെ ചോദിക്കുന്നില്ല. സ്തോത്രം. കുടുംബത്തിലെ പുരോഹിതനാരാ? കുടുംബ നാഥന. പ്രാർത്ഥന ലീഡ് ചെയ്യേണ്ടത് നീയാ. ഇന്ന് കുടുംബത്തെക്കുറിച്ചുള്ള ഒരു ആത്മീയ ദർശനം നീ പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവവചനം പറയുന്നു, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റിലും നിൽക്കുന്നത് കൊണ്ട് നമ്മുടെ ഓട്ടം സ്ഥിരതയോടുകൂടി ഓടണം. സ്ഥിരതയോടുകൂടി ഓടണം എന്ന് പറയുമ്പോൾ പ്രൈസ് ദി ലോർഡ്, അത് ഈ പ്രോഗ്രസ് ചെയ്യുന്നതിനെ കാണിക്കുക. ഇത് ഒറ്റ ദിവസം കൊണ്ട് ഓടി തീർക്കേണ്ടതല്ല. ഇത് ലൈഫ് മുഴുവൻ ഇങ്ങനെ ഓടേണ്ടതാണ്. ഒരു മാരത്തോൺകാരൻ്റെ ഓട്ടമാണ് പെർസിവേറൻസ്. ഇങ്ങനെ ഓടി 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 പ്രൈസ് ദി ലോർഡ് ക്ഷീണിക്കും, തളരും. അത് നിർത്താതെ ഓടി 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 അതിൻ്റെ അവസാനം എത്തണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നമ്മുടെ ഈ ഓട്ടത്തെ തടഞ്ഞു കളയുന്നതായിട്ടുള്ള 2 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഈ 2 കാര്യങ്ങളെക്കുറിച്ചും കൂടെ ഒന്ന് ചിന്തിച്ചിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കാം. ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ ഭാരം കൊണ്ടിടും. നല്ലവണ്ണം ഓടുന്ന ഒരാളുടെ ചുമലിലേക്ക് ഒരു വലിയ ഭാരം കയറ്റി വെച്ചാൽ ആ ഓട്ടം എങ്ങനെ ഇരിക്കും? ആ ഓട്ടം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഭാരം. ഈ കഴിഞ്ഞ ദിവസം 2
പേര് വന്ന് കാണാനിരുന്ന ഒരു കുടുംബമാണ്. സ്തോത്രം. നമ്മുടെ സുമ സിസ്റ്ററിൻ്റെ സുഹൃത്തുക്കളാണ് ഇവരെല്ലാവരും കൂടെ ചേർന്ന്, സുമ സിസ്റ്റർ എല്ലാവരും കൂടെ ചേർന്ന് വിദേശത്തേക്ക് പോകാൻ, സുമ സിസ്റ്റർ ജർമ്മനിയിലേക്ക് പോകുവാൻ, ഈ കുടുംബത്തിലെ പ്രിയപ്പെട്ടവർ അയർലൻഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് തുക, നല്ലൊരു തുക, ലക്ഷക്കണക്കിന് രൂപ ഒരു ഏജൻറ്റിൻ്റെ കയ്യിൽ കൊണ്ട് കൊടുത്തു. ഏജൻ്റ് ആൾ ജെന്യൂനാണ്, കോഴിക്കോടുള്ള പ്രൈസ് ലോർഡ് ഒരു ഏജൻ്റാണ്. അവിടെ കൊണ്ടുപോയി കൊടുത്തു. പക്ഷേ ഇപ്പോൾ അയാൾ പ്രതിസന്ധിയിലിരിക്കുക, അയാൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലിരിക്കുക. സ്തോത്രം. പൈസ കൊണ്ടു കൊടുത്തു പോയ ഇവരുടെ സ്ഥിതി എന്തായിരിക്കും എന്നൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? കിടന്നാൽ ഉറക്കം വരുമോ? ഉറക്കം വരുമോ? വരത്തില്ലയോ? വരത്തില്ല. പൈസ നഷ്ടപ്പെടുമോ എന്നുള്ള പ്രയാസം, അതിനി ശരിയാകുമോ, വിദേശത്തേക്ക് പോകാനുള്ള മോഹം നടക്കുമോ? ഇതാണ് ഭാരമെന്ന് പറയുന്നത്. സ്തോത്രം. ഇതുപോലെ നിരവധി പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടിട്ട് നമ്മുടെ ഓട്ടത്തെ തടഞ്ഞു നിർത്തുന്ന ഒരു ദുഷ്ടൻ്റെ പദ്ധതിയുണ്ട് കേട്ടോ. സ്തോത്രം. ഭാരത്തെ നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടിട്ട്, അകാരണമായിട്ടുള്ള ഭാരത്തെ നിന്റെ ജീവിതത്തിൽ കൊണ്ടിട്ട് നിന്റെ ഓട്ടത്തെ തടയുന്ന ചില ബന്ധന ശക്തികളെ ഇന്ന് നസ്രായൻ അഴിച്ചുവിടുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുക. ഹല്ലേലൂയ. എങ്ങനെ ഇത് അഴിച്ചുവിടേണ്ടതെന്ന് അറിയാമോ? സങ്കീർത്തന പുസ്തകം 68-19 വാക്യം ഒന്ന് വായിക്കാമോ? നാൾ തോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ്, നാൾ തോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഒരു ദിവസവും നമുക്ക് ഈ ഭാരം വഹിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. എന്നും രാവിലെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചെന്ന് ഈ ഭാരം അങ്ങ് കൊടുക്കുക, ഭാരമൊഴിഞ്ഞവരായിട്ട് ജീവിക്കുക. പിന്നെയും ഭാരം വരുമ്പം വീണ്ടും കൊടുക്കുക, ഭാരമൊഴിഞ്ഞവരായി ജീവിക്കുക. കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ആ ഭാരം പൂർണ്ണമായിട്ടും മാറുന്ന നിലയിൽ സർവശക്തൻ്റെ വിടുതലിൻ്റെ കരം ആ വിഷയത്തിൻ്റെ മധ്യത്തിൽ ചലിക്കുന്നത് കാണുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഇടയാക്കി തീർക്കും. ദൈവവേദനയെ നീ മനസ്സിലാക്കണം. നിൻ്റെ ഓട്ടത്തെ തടഞ്ഞ് നിൻ്റെ ഓട്ടത്തെ അറസ്റ്റ് ചെയ്ത് നിർത്തുവാനുള്ള ഒരു പൈശാചിക പദ്ധതിയാണ് നിൻ്റെ മേൽ വരുത്തിയിരിക്കുന്നതായിട്ടുള്ള ഭാരം. ആ ഭാരത്തെ നിസ്സാരമായിട്ട് മാറ്റിക്കളയുവാൻ തക്കവണ്ണം നമ്മുടെ ഭാരങ്ങളെ ദിനംതോറും ചുമക്കുന്ന സർവശക്തനായിട്ടുള്ള ദൈവം ഇന്ന് പകലിൽ നമ്മോട് കൂടെയിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ വന്നിരുന്നുകൊണ്ട് കാര്യം പറയുക. ഞാനിങ്ങനെ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തിനാ ദൈവദാസനോട് കാര്യം പറയുന്നത്? ആ വിഷയത്തിനൊരു പരിഹാരം നമുക്ക് വരുത്താൻ പറ്റിയില്ലെങ്കിലും ഇതിനുള്ള ദൈവിക ആലോചന പ്രതീക്ഷിച്ച് അവർ വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധിയിൽ താഴ്ത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ വാക്യങ്ങൾ അന്വേഷിച്ചു, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ദൈവാത്മാവിനോട് പറഞ്ഞു, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. അപ്പോൾ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ നിലവുകളെയും ക്രിസ്തയേശുവിങ്കൽ കാക്കും. ഭാരം മാറിയിട്ട് എന്ത് വരും? സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം. എന്താ വരേണ്ടത്? ഒന്നുകൂടെ പറഞ്ഞേ. ഇതെന്താണെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. ഇവരുടെ കൂട്ടത്തിൽ ഒരു 7-8 പേര് ഈ പൈസ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അവരെല്ലാവരും വ്യാകുലപ്പെട്ടിരിക്കുമ്പോൾ ഇവരുടെയും പൈസ അപകടത്തിലായിരിക്കുന്നു, ഇവരുടെയും ഭാവി അപകടത്തിലായിരിക്കുന്നുവെങ്കിലും ഇവർ സ്തോത്രം പറഞ്ഞ് സമാധാനത്തോടെ ഇരിക്കും. അപ്പോൾ അവർ ചിന്തിക്കും, നമ്മളെപ്പോലെ തന്നെ ഇവർക്കും പ്രശ്നമല്ലേ, ഇവർ പിന്നെ എങ്ങനാ ഈ കല്ലേൽ കാറ്റ് പിടിച്ചിരിക്കുന്ന പോലെ സമാധാനത്തോടെ ഇരിക്കുന്നത്? ഭാരം നിന്റെ ഹൃദയത്തിൽ നിന്ന് മാറ്റി ദൈവിക സമാധാനം തരുമെന്ന് ഞാൻ വേണമെങ്കിൽ എഴുതി ഒപ്പിട്ട് ബോണ്ട് പേപ്പർ സൈൻ ചെയ്ത് തരാം. പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന് ഭാരം വഹിച്ചുകൊണ്ട് ഇരിക്കേണ്ട ആവശ്യമില്ല. ഭാരത്തിന്റെ ആത്മാവിനെ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഈ ഒരു വാക്യം പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ എല്ലാവർക്കും പറ്റും. അപ്പം ഞാൻ ദൈവസന്നിധിയിൽ വീണ്ടും പ്രാർത്ഥിച്ചു, കർത്താവേ ഇതുപോരാ, ഇതിൻ്റെ നടപടി എന്താകുമെന്ന്
അറിയിക്കണം. ഉടനെ കർത്താവ് പറഞ്ഞു, സ്തോത്രം, ഇവർക്കൊരു സ്പേസ് ഞാൻ കൊടുക്കും. അയാളുടെ പ്രശ്നത്തിനൊന്നും ഇപ്പോൾ പരിഹാരമൊന്നും വരത്തില്ല, അതിനിയും പരിഹരിക്കാൻ വേണ്ടിയിട്ട് മാസങ്ങളെടുക്കും. പക്ഷെ ഇവർക്ക് ഞാനൊരു സ്പേസ് കൊടുക്കാൻ പോവാം. എന്താണെന്നറിയാമോ? സ്തോത്രം, പൊട്ടക്കിണറ്റിൽ കിടന്ന യോസേഫിനെ അന്ന് കുഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോയിരുന്നെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും ഇവൻ്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാകും. പക്ഷേ സർവശക്തനായ ദൈവം കൂട്ടത്തിൽ ഒരാളെ ഉണർത്തിയിട്ട് അവനെ കിണറ്റിൽ നിന്ന് കയറ്റി പുറത്തു കൊണ്ടുവന്ന് മിസ്രൈമിലേക്ക് പറഞ്ഞു വിടുവാൻ തക്കവണ്ണം സ്പേസ് ഒരുക്കിയ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൊച്ചു ദാവീദ് യുദ്ധത്തിന്റെ മുന്നണിയിലേക്ക് ഓടിക്കയറി വന്നു. പടച്ചട്ടയൊക്കെ ഊരി മാറ്റി. കയ്യിൽ പരിശീലിച്ചതായിട്ടുള്ള കവിണ മാത്രമുണ്ട്. കവിടയെറിഞ്ഞ് ആദ്യം ഇവൻ ഒരുപക്ഷെ നമ്മുടെ മാവേലൊക്കെ കല്ലെറിയുമല്ലോ, അതുപോലെ വല്ല ഫലങ്ങളുമൊക്കെ പറിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഈ കല്ല് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് പിന്നെ മനസ്സിലായി ഇത് ആയുധമാണ്, ഇത് സിംഹത്തിൻ്റെ നേരെയും കരടിയുടെ നേരെയും ചെന്നായ്ക്കളുടെ നേരെയും എറിഞ്ഞ് 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 പരിശീലിച്ചതായിട്ടുള്ള ഉറപ്പുള്ള ഒരു അനുഭവം. ഇതിൻ്റെ വെളിച്ചത്തിൽ വന്നിങ്ങനെ നോക്കിയപ്പോൾ മുകളിൽ നിന്ന് താഴെ വരെ പടച്ചട്ട അണിഞ്ഞ് ഘനഗാംഭീര്യത്തോട് നിൽക്കുന്ന ഗോലിയാത്തിൻ്റെ മുൻപാകെ എല്ലാവരും വിറച്ചിട്ട് നിൽക്കുക. ഇവൻ സൂക്ഷിച്ച് നോക്കിയപ്പോൾ മനസ്സിലായി, എനിക്കൊരു സ്പേസ് ദേ ഇവിടെ കിടക്കുന്നു. ഗോലിയാത്തിൻ്റെ നെറ്റിത്തടത്തിലേക്ക് ഒരു സ്പേസ് ഒരുക്കിയിരിക്കുന്നു എന്ന് സർവശക്തനായ ദൈവം വെളിപ്പാട്, സ്തോത്രം, ഈ ദാവീദിന് കൈമാറുകയാണ്. രണ്ടാമതൊരു അവസരം അവിടെ ഇല്ല. പക്ഷേ കിട്ടിയ അവസരത്തിൽ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്റെ മുൻപാകെ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രൈസ് ദി ലോർഡ് ആ കവിണ ചുഴറ്റിക്കൊണ്ട് ഗോലിയാത്തിൻ്റെ നെറ്റിയിൽ എറിഞ്ഞു കൊള്ളിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഗോലിയാത്ത് ഇങ്ങനെ വീണതല്ലേ, അത് ദൂതൻ തട്ടി ഇങ്ങോട്ട് തറയിലിട്ടതാ. ഇങ്ങനൊരു സ്പേസ് ഇനിയുണ്ട് തെളിവിഷ്ടം പോലെ. മെഫീബോശത്തിൻ്റെ മുടന്ത് ദൈവം എന്ത് ചെയ്തില്ല, മാറ്റിയില്ല. പക്ഷെ അവന് രാജകൊട്ടാരത്തിൽ ഭോജനമൊരുക്കുവാൻ സർവശക്തൻ ഒരു സ്പേസ് കൊടുത്തു. ഇന്ന് നിന്റെ ഭാരമേറിയ വിഷയത്തിൻ്റെ മധ്യത്തിൽ ഒരു സ്പേസ് ഒരുക്കുന്ന ദൈവം നിന്റെ ജീവിതത്തിൽ നിന്ന് ഭാരത്തെ എടുത്തു മാറ്റുമെന്ന് പറഞ്ഞാൽ നീ വിശ്വസിച്ചുകൊണ്ട് രാമൻ പറയാമോ? സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിന്റെ ഹൃദയങ്ങളെ നിലവുകളെയും ക്രിസ്തു യേശുവിങ്കൽ കാക്കുമെന്ന് പറഞ്ഞാൽ നീ അതൊന്ന് ഏറ്റെടുത്ത് ആ ദൈവിക സമാധാനത്തിന് ഉടമയായി തീരുവാൻ നിനക്ക് സാധിക്കുമോ? ദൈവവൈതലേ, ഇന്ന് ഭാരങ്ങളെ മാറ്റുന്ന, ഭാരങ്ങളെ എടുത്തു മാറ്റുന്ന ദൈവപ്രവൃത്തി നമ്മുടെ മധ്യത്തിൽ വെളിപ്പെടുത്തുവാൻ സർവശക്തൻ ആഗ്രഹിക്കുക. നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവിൻ്റെ മഹിമയുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്തോത്രം. ഒരു ഭാരം ഒഴിഞ്ഞതായിട്ട് തോന്നുന്ന എത്ര പേരുണ്ട്? എൻ്റെ ജീവിതത്തിൽ 100 കണക്കിന് അനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ട്. അത് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ഒരു ദൈവിക സമാധാനം മനസ്സിൽ വന്നു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ആ വിഷയം നടക്കാതെ പോകത്തില്ല. ഹന്ന പ്രാർത്ഥിച്ചേച്ച് കടന്നുപോയ സമയത്ത് അവളുടെ മുഖം പിന്നെ ഈ വിഷയത്തിൽ ഇനി നിൻ്റെ മുഖം വാടാതിരിക്കുവാൻ സർവശക്തൻ അതിൻ്റെ മേൽ ഭാരത്തിൻ്റെ ആത്മാവിനെ എടുത്തു കളഞ്ഞ് ഒരു ദൈവിക സമാധാനത്തിൻ്റെ ആത്മാവിനെ പകരുക. സ്തോത്രം. രണ്ടാമത് നിന്നെ തടയുന്നത് മുറുകെ പറ്റുന്ന പാപമാണ്. ഈ എബ്രായ ലേഖനം 5-ാം അധ്യായം വായിക്കുമ്പോഴേ അറിയാം, നിന്റെ ജീവിതത്തിൽ മന്ദതയുള്ളത് കൊണ്ട് നിന്നെ അനുഗ്രഹിക്കാൻ പറ്റുന്നില്ല, നിന്റെ ജീവിതത്തിൽ വളർച്ചയില്ലാത്തത് കൊണ്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ പറ്റുന്നില്ല എന്ന് 5-ാം അധ്യായം മുതൽ പറഞ്ഞു വന്നതിന് പരിഹാരമാണ് അവിടെ പറയുന്നത്. മുറുകെ പറ്റുന്ന പാപം. പ്രൈസ് ദി ലോർഡ്. ഇതിനൊരു ഗ്രീക്ക് വാക്ക് പഠിക്കാൻ എന്താണെന്ന് പറഞ്ഞാൽ, ഗ്രീക്ക് വാക്ക് കമൻറ്ററിയൊക്കെ വായിക്കുമ്പോൾ ഗ്രീക്ക് വാക്ക് വരും. ഈ ഗ്രീക്ക് വാക്ക് എടുത്തിട്ട് ഹൗ ടു പ്രൊനൗൺസ് എന്ന് പറഞ്ഞ് ഈ ഗ്രീക്ക് വാക്കിനെ എടുത്ത് യൂട്യൂബിൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ അവർ പ്രൊനൗൺസിയേഷൻ പറഞ്ഞു തരും. യുപ്പറിസ്റ്റാറ്റോസ്, EUPERISTATOS. ഈ ഒരു വാക്കും കൂടെ പഠിച്ചിട്ട് നമുക്ക് അവസാനിക്കാം. EUPERISTATOS, യൂപ്പറിസ്റ്റാറ്റോസ്. 4 അർത്ഥങ്ങൾ അതിനുണ്ട് കേട്ടോ. യൂപ്പറിസ്റ്റാറ്റോസ്. അതിലേറ്റവും
ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന അർത്ഥം എൻസ്നേറിങ് എന്ന. എൻസ്നേറിങ്, സ്നേർ എന്ന് പറഞ്ഞാൽ കെണി, എൻസ്നേറിങ് എന്ന് പറഞ്ഞാൽ കെണിയിൽ അകപ്പെടുത്തുക. യൂപ്പറിസ് ടാറ്റോസ്, എൻസ്നേറിങ് എന്ന് പറഞ്ഞാൽ കെണിയിൽ അകപ്പെടുത്തുക. ഒരാമേൻ പറയാമോ? കെണി കിടക്കുന്ന ചിലരെങ്കിലും ഇതിനകത്തുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചില കെണികളിലൊക്കെ അകപ്പെട്ട ചിലരെങ്കിലും ഇവിടെ ഉണ്ട്. ദാവീദ് യുദ്ധത്തിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു കുഴപ്പമില്ല. പക്ഷെ മട്ടുപ്പാവിൽ കയറി കറങ്ങി നടന്നപ്പോഴേക്കും ഇവനെ പിശാച് ഗണിയിൽ അകപ്പെടുത്തി കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ എഴുതിയത് 51-ാം സങ്കീർത്തനം, അങ്ങനെ എഴുതിയത് 32-ാം സങ്കീർത്തനം. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അധികം നമ്മുടെ ജീവിതത്തെ കെടുത്തിക്കളയുവാൻ മാരകമായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു മുറുകെ പറ്റുന്ന പാപം, അത് നമ്മുടെ ജീവിതത്തെ, ഓട്ടത്തെ, അതിൻ്റെ ശോഭയെ കെടുത്തിക്കളയും കേട്ടോ. 32-ാം സങ്കീർത്തനത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിക്കാമോ? ലംഘനം ക്ഷമിച്ചും പാപം മറിച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഞാൻ മിണ്ടാതെ ഇരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി. നോക്കിയേ മതി. ഞാൻ മിണ്ടാതെ ഇരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി. രാവും പകലും നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരിക്കുന്നു. ദൈവത്തിൻ്റെ കൈ നമ്മുടെ മേൽ ഭാരമായിരിക്കുന്ന അനുഭവം. ഇവിടെ ഇരിക്കുന്ന ഒരു സഹോദരൻ്റെ കൈ എപ്പോഴും എൻ്റെ തലയുടെ മേൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണെന്ന് വെച്ചാൽ എൻ്റെ തോളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്തൊരു അസ്വസ്ഥതയായിരിക്കും അല്ലേ? സ്തോത്രം. ഈ അസ്വസ്ഥത മാറണമെങ്കിൽ സ്തോത്രം, ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഷുഗർ നോർമൽ, പ്രഷർ നോർമൽ, കൊളസ്ട്രോൾ നോർമൽ. പക്ഷേ അസ്വസ്ഥതയ്ക്ക് ഒരു കുറവും ഇല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം ഇതൊക്കെ നോർമലായിരിക്കും. പക്ഷേ ഒരു സമാധാനവും ഇല്ലാതെ വണ്ണം ദൈവത്തിൻ്റെ കരം നിന്റെ മേൽ ഭാരമായിരിക്കുന്നു എങ്കിൽ നോക്കൂ, 32-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, രാവും പകലും നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. എൻ്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്താലെന്ന പോലെ വറ്റിപ്പോയി. ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു. മജ്ജ വരെ വറ്റിപ്പോയതുപോലെ വല്ലാത്ത രോഗം പോലെ ഇരിക്കുന്നു. ഡോക്ടർമാരെല്ലാം ചെക്ക് ചെയ്തിട്ട് ഒരു കുഴപ്പമില്ല. വിഷയം എവിടെ കിടക്കുക? മുറുകെ പറ്റുന്ന പാപം. ഹൈ പട്ടണം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, ഇത് ഇന്നലെ 2-3 പ്രാവശ്യം കർത്താവ് എന്നോട് സംസാരിച്ച വചനമാണ്. ഹൈ പട്ടണം പിടിച്ചെടുക്കാൻ പോയ സമയത്ത് അവർ തോറ്റ തുന്നം പാടി. അവസാനം നറുക്കിട്ട് നോക്കിയപ്പോൾ മനസ്സിലായി, ഹല്ലേലൂയ, ഒരുവൻ്റെ ഭവനത്തിനകത്ത് ശബദാർപ്പിത വസ്തു കുഴിച്ചിട്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. മോശെ ഉടനെ തന്നെ അവനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ എന്തിനായി, യോശുവ വിളിച്ചിട്ട് പറഞ്ഞു, നീ എന്തിനാ ഇസ്രായേലിനെ വലച്ചത്? ഇസ്രായേലിനെ വലച്ചത് എന്തിനാ? പ്രൈസ് ദി ലോർഡ്. രഹസ്യമായിട്ട് കുഴിച്ചിടാൻ നമുക്ക് എളുപ്പമാ, പക്ഷെ വലയുന്നത് മുഴുവൻ ഇസ്രായേലാ. എരിഹോ പിടിച്ചടക്കിയവര് നിസ്സാരമായിട്ടുള്ള ഹായിയുടെ മുമ്പിൽ തോറ്റുപോയി. യോശുവ നെടുമ്പാടെ വീണ് കരയാൻ തുടങ്ങി. യോശുവെ തട്ടി ഉണർത്തിയിട്ട് ദൈവം പറഞ്ഞു, ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു. സ്തോത്രം. ഓട്ടം ശരിയാകണമെങ്കിൽ ഭാരം ദൈവം എടുത്തു മാറ്റുന്നതിനോടൊപ്പം നമ്മെ എൻസ്നയർ ചെയ്യുന്ന, നമ്മെ വലയം ചെയ്ത് നമ്മെ ബന്ധിക്കുന്ന, മുറുകെ പറ്റുന്ന പാപ സ്വഭാവത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് കൊടുക്കേണ്ടുന്നത് ആവശ്യമാണ്. ഇതെല്ലാവരുടെ ജീവിതത്തിൽ സംഭവിക്കും കേട്ടോ. ദാവീദിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ളതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ ദൈവകരങ്ങളിൽ സമർപ്പിക്കേണ്ടത് ആവശ്യമാണ്.
വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക.